ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? എന്നാൽ നമുക്ക് പഠിക്കാൻ ആരംഭിച്ചാലോ? ആരംഭിക്കാം. സാധാരണ പഠിക്കും മുമ്പ് നമ്മൾ എന്താ ചെയ്യാറ്? പ്രാർത്ഥിക്കുമല്ലേ? എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്നു. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിൽക്കണം. ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലണേ. നിങ്ങളുടെ അപ്പയും അമ്മയും ഒക്കെ കേൾക്കണം. ഉറക്കെ ചൊല്ലില്ലേ? സ്നേഹം നിറഞ്ഞ ഉണ്ണീശോയെ, ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ആയിരിക്കുവാനും ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചേ. ഇനിയിരുന്നോ? നമുക്കെന്നാ പഠിക്കാൻ തുടങ്ങാം. നമ്മൾ ഈശോ എവിടെയാണ് ജനിച്ചതെന്ന് പഠിച്ചല്ലേ? എവിടെയായിരുന്നു ഈശോ ജനിച്ചത്? യൂദയായിലെ ബെത്ലഹേമില്. ഇനി ഈശോ എവിടെയാണ് വളർന്നതെന്ന് മക്കൾക്കറിയാമോ? എങ്ങനെയാണ് വളർന്നതെന്ന് അറിയാമോ? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ബാലനായ ഈശോയെ കുറിച്ച് പഠിക്കും. അതിന് ടീച്ചർ ഒരു കഥ പറഞ്ഞാലോ? കഥ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? എന്നാൽ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ടീച്ചർ ലാസ്റ്റ് ചോദ്യം ചോദിക്കും. ടീച്ചർ കഥ പറയട്ടെ. ഈശോ ജനിച്ച സമയത്ത് ജെറുസലേം ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. എന്താണ് ആ രാജാവിന്റെ പേരെന്ന് മക്കൾക്കറിയാമോ? ഹെറോദേസ് രാജാവ്. എന്തായിരുന്നു രാജാവിന്റെ പേര്? ഹെറോദേസ് രാജാവ്. ആ സമയത്ത് കിഴക്കുദേശത്തു നിന്നും 3 ജ്ഞാനികള് ജെറുസലേമിൽ എത്തി. അവരന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അതറിഞ്ഞപ്പോൾ ഹെറോദേസ് രാജാവ് ആകെ അസ്വസ്ഥനായി. കാരണം എന്തായിരിക്കും എന്ന് മക്കൾക്കറിയാമോ? കാരണം ആരാണ് ജനിച്ചിരിക്കുന്നത്? ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവാണ്. ഈ ഹെറോദേസ് രാജാവിനേക്കാൾ ശക്തനായ ഒരു രാജാവാണ് ജനിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഹെറോദേസ് രാജാവിന് മനസ്സിലായി. അതാണ് രാജാവിനെ അസ്വസ്ഥനാക്കിയത്. ഉടനെ തന്നെ രാജാവ് എന്ത് ചെയ്തെന്നോ? ഹെറോദേസ് രാജാവ് അവിടെ ഉണ്ടായിരുന്ന പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും ഒക്കെ വിളിച്ചു ചേർത്തു. എന്നിട്ട് അവരോട് രാജാവ് അന്വേഷിച്ചു, എവിടെയാണ് ക്രിസ്തു ജനിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പ്രധാന പുരോഹിതന്മാര് പറഞ്ഞു, ക്രിസ്തു ജനിച്ചിരിക്കുന്നത് യൂദയായിലെ ബെത്ലഹേമിലാണ്. അപ്പോൾ രാജാവ് എന്താ ചെയ്തതെന്നറിയാമോ? ഹെറോദേസ് രാജാവ് ആ 3 ജ്ഞാനികളോട് ഈശോ ജനിച്ച സമയം ഏതാണെന്ന് അന്വേഷിച്ചറിഞ്ഞു. എന്നിട്ട് അവരോട് ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ 3 പേരും ബെത്ലഹേമിലേക്ക് പോകണം. എന്നിട്ട് ഈശോ ജനിച്ച സ്ഥലം സൂക്ഷ്മമായി അന്വേഷിച്ചറിയണമെന്നും പറഞ്ഞു. അതിനുശേഷം ഹെറോദേസ് രാജാവിനും ഈശോയെ ചെന്ന് ആരാധിക്കേണ്ടതിന് ഈശോ ജനിച്ച സ്ഥലം ഏതാണെന്ന് രാജാവിനോട് പറയണമെന്നും രാജാവ് ജ്ഞാനികളോട് പറഞ്ഞു. ഇത് കേട്ട ജ്ഞാനികള് ഉടനെ തന്നെ ബെത്ലഹേമിലേക്ക് യാത്രയായി. അവർക്ക് വഴികാട്ടിയായി കിഴക്കു കണ്ട നക്ഷത്രവും മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവില് നക്ഷത്രം അവരെ ഈശോയുടെ കാലിത്തൊഴുത്തിന് അരികിൽ കൊണ്ടുപോയി നിർത്തി. കാലിത്തൊഴുത്തില് ഈശോയെയും മാതാവായ മറിയത്തെയും കണ്ടപ്പോൾ ഈ 3 ജ്ഞാനികൾക്കും വളരെയധികം സന്തോഷമായി. അവര് ഈശോയെ കുമ്പിട്ട് ആരാധിച്ചു. അതുപോലെ അവര് ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട്, കാഴ്ചയർപ്പിക്കാനായിട്ട് പൊന്നും മീറയും കുന്തിരിക്കവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവയെല്ലാം ജ്ഞാനികള് ഈശോയ്ക്ക് കാഴ്ചയർപ്പിച്ചു. അതിനുശേഷം അവര് ഹെറോദേസ് രാജാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാകുമോ? മക്കൾക്ക് എന്ത് തോന്നുന്നു? അവര് പോയില്ല. അവർക്ക് 3 പേർക്കും സ്വപ്നത്തിലൊരു സന്ദേശം ലഭിച്ചു, ഹെറോദേസ് രാജാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന്. അതനുസരിച്ച് ആ 3 ജ്ഞാനികളും വേറൊരു വഴിയിൽ കൂടി അവരുടെ സ്വദേശത്തേക്ക് പോയി. അതിനുശേഷം യൗസേ പിതാവിന് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൂതൻ പറഞ്ഞു, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുക, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കണമെന്ന്.
എന്തായിരിക്കും ദൂതൻ അങ്ങനെ പറയാൻ കാരണം? കാരണം ഹെറോദേസ് രാജാവ് ഈശോയെ വധിക്കാനായിട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ ദൂതൻ യൗസേ പിതാവിനോടും ഈശോയെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞത്. ദൂതൻ പറഞ്ഞതനുസരിച്ച് യൗസേ പിതാവ് ഉണ്ണീശോയെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ സമയത്ത് ഹെറോദേസ് രാജാവ് എന്താണ് ചെയ്തതെന്നറിയാമോ? മക്കൾക്കറിയാമോ? ഈ 3 ജ്ഞാനികള് രാജാവിനെ പറ്റിച്ചെന്ന് രാജാവിന് മനസ്സിലായി. ദേഷ്യം വന്ന രാജാവ് ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. അങ്ങനെ ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി. അപ്പോഴും ഈശോ സുരക്ഷിതനായിരുന്നു. കാരണം യൗസേ പിതാവ് ഈശോയെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയിരുന്നല്ലേ. കുറെ നാളുകൾക്ക് ശേഷം ഹെറോദേസ് രാജാവ് മരണപ്പെട്ടു. വീണ്ടും കർത്താവിന്റെ ദൂതൻ യൗസേ പിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു പോകുക. കാരണം ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നവർ മരിച്ചു കഴിഞ്ഞുവെന്ന് ദൂതൻ പറഞ്ഞു. അങ്ങനെ ദൂതന്റെ അറിയിപ്പ് പ്രകാരം യൗസേ പിതാവ് മാതാവിനെയും ഉണ്ണീശോയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോഴാണ് യൗസേ പിതാവിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ യൂദയ ഭരിച്ചിരുന്നത് ആരാണെന്നറിയാമോ? ഹെറോദേസ് രാജാവിന്റെ മകനായ അർക്കലാവോസ് ആയിരുന്നു. അതറിഞ്ഞപ്പോൾ യൗസേ പിതാവിന് പേടിയായി. യൗസേ പിതാവ് വീണ്ടും ദൂതന്റെ അറിയിപ്പനുസരിച്ച് ഈശോയെയും മാതാവിനെയും കൂട്ടി ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് പോയി. യൗസേ പിതാവ് എങ്ങോട്ടാ പോയത്? ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക്. പിന്നീട് ഈശോ വളർന്നത് നസ്രത്ത് എന്ന പട്ടണത്തിലാണ്. നസ്രത്തില് ഈശോയും മാതാവും യൗസേ പിതാവും ഒരു കൊച്ചു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഈശോയുടെ വീടിനെ നമ്മൾ എല്ലാവരും ഒരു പേര് വിളിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ? ഈശോയുടെ കുടുംബത്തെ നമ്മൾ ഒരു പേര് വിശേഷിപ്പിക്കാറുണ്ടല്ലോ. തിരുക്കുടുംബം. എന്തുകൊണ്ടാണ് ഈശോയുടെ കുടുംബത്തെ തിരുക്കുടുംബം എന്ന് വിളിക്കുന്നത് അറിയാമോ? അവിടെ അവരെല്ലാവരും സ്നേഹത്തിലും വിശുദ്ധിയിലുമാണ് വസിച്ചിരുന്നത്. ഈശോയുടെ കുടുംബമായതുകൊണ്ടാണ് നമ്മൾ തിരുക്കുടുംബം എന്ന് വിളിക്കുന്നത്. നസ്രത്തിലെ ഭവനത്തിൽ ഈശോ എങ്ങനെയാണ് വളർന്നിരുന്നതെന്ന് മക്കൾക്കറിയാമോ? യൗസേ പിതാവും മാതാവും ഈശോയെ സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് വളർത്തിയിരുന്നത്. എന്നിരുന്നാലും ഈശോ മാതാപിതാക്കളെ അനുസരിച്ചിരുന്നു. അമ്മയായ മറിയത്തെ വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു. നിങ്ങൾ അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കാറുണ്ടോ? ചിലരൊക്കെ സഹായിക്കാറുണ്ടല്ലേ. ഈശോ അമ്മയായ മറിയത്തെ വീട്ടുജോലികളിൽ സഹായിച്ചിരുന്നു. യൗസേ പിതാവിനെ മരപ്പണി ചെയ്യാൻ സഹായിച്ചിരുന്നു. യൗസേ പിതാവിന്റെ ജോലി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യൗസേ പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു, വേദപുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. നിങ്ങൾ വേദപുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? നമ്മുടെ വേദപുസ്തകം ഏതാ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. എല്ലാവരുടെയും വീട്ടിലെ രൂപത്തിന്റെ ഒപ്പം ഉണ്ടാകാറുണ്ട്. ആർക്ക് പറയാം? ബൈബിള്. നമ്മൾ വായിക്കുന്ന വേദപുസ്തകം ബൈബിൾ ആണല്ലേ. നമ്മൾ ബൈബിൾ വചനങ്ങൾ പഠിക്കാറുണ്ട്. എന്നാൽ ഈശോ വളർന്നത് ഒരു യഹൂദ ബാലനായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ വായിച്ചിരുന്ന വേദപുസ്തകം യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായിരുന്നു. അതിനൊരു പേരുണ്ട്. എന്താണെന്നോ? തോറ. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരാണ് തോറ. അപ്പോൾ ഈശോ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥവും പഠിച്ചിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അയൽക്കാരോടും കൂട്ടുകാരോടും സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു. അവർക്ക് നന്മകൾ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈശോ നസ്രത്തിലെ തിരുക്കുടുംബത്തില് വളർന്നു വന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വളരണം? ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചും മാതാപിതാക്കളെ അനുസരിച്ചും അവരെ ജോലികളിൽ സഹായിച്ചും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു വേണം നമ്മളും വളരാൻ. അപ്പോൾ ഈശോയെ പോലെ നല്ല കുഞ്ഞായിട്ട് വളരാൻ നമുക്കും സാധിക്കും. ഈശോ നസ്രത്തിലെ ഭവനത്തിൽ എങ്ങനെയാണ് വളർന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ടീച്ചർ 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. മക്കൾ ശ്രദ്ധിച്ചോന്നറിയാനാ. ചോദിക്കാം. ഈശോ ഏതു പട്ടണത്തിലാണ് വളർന്നത്? ആർക്ക് പറയാം?
ആ മോൻ പറയുന്നുണ്ട്. ഏത് പട്ടണത്തിലാണ്? നസ്രത്ത്, ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലാണ് ഈശോ വളർന്നത്. നസ്രത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ഈശോയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ആ, നസ്രായനായ ഈശോ. നസ്രത്തിൽ വളർന്നത് കൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഈശോ മാതാപിതാക്കളെ എങ്ങനെയെല്ലാമാണ് സഹായിച്ചിരുന്നത്? ഈശോ മാതാപിതാക്കളെ വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു. യൗസേപ്പിതാവിനെ മരപ്പണി ചെയ്യാനും സഹായിക്കുമായിരുന്നു. എന്നാൽ ഇനി ടീച്ചർ 1-2 ആക്ടിവിറ്റീസ് തരട്ടെ. എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യോ? പറഞ്ഞു തരാം. ഇന്നു മുതൽ നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കന്മാരെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് സഹായിക്കണം. നിങ്ങൾ കുഞ്ഞുമക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ജോലികൾ ഉണ്ടാവില്ലേ? നിങ്ങളുടെ പുസ്തകങ്ങൾ അടുക്കി വെക്കാം, വീട് വൃത്തിയായി സൂക്ഷിക്കാം, ചെടികൾ നനയ്ക്കാം, അങ്ങനെ കൊച്ചു കൊച്ചു ജോലികൾ അതെല്ലാം നിങ്ങൾ ചെയ്യണം. പിന്നെയോ, കുടുംബ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കണം. ബൈബിൾ വചനങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണേ, നല്ല കുട്ടികൾ. എന്നാൽ നമുക്കിനി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിൽക്കണം. ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന മക്കളെ ഏറ്റു ചൊല്ലണേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അങ്ങ് വളർന്നതുപോലെ മാതാപിതാക്കളെ അനുസരിച്ചും സഹായിച്ചും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയും നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.